അടുത്തത് നമുക്ക് അത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. ഷെൽ ടൈപ്പ്. ഫൈൻഡ് ദ മെയിൻ ഡയമെൻഷൻസ് ഓഫ് ദി കോർ ആൻഡ് വൈൻഡിങ് ഡീറ്റെയിൽസ് ഓഫ് എ 150 kVA, then 3300 by 440 volts 50 Hz ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈനാണ്. നമ്മൾ ഇതേവരെ കോർ ടൈപ്പാണ്, ഇപ്പോൾ ഷെൽ ടൈപ്പാണ്. ഷെൽ ടൈപ്പ്. സോ ദിസ് എക്സാമ്പിൾ, ഇതിൻ്റെ ഒറ്റ എക്സാമ്പിൾ ചെയ്തേ ഉള്ളൂ. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. അപ്പം ഓഫ് എ 150 kVA 3300 by 440 volts 50 Hz single phase shell type transformer having the following data. Details. Constant for EMF per turn. അതെന്താണ്? EMF per turn അല്ല തന്നിരിക്കുന്നത്, EMF per turnൻ്റെ കോൺസ്റ്റൻ്റ് ആണ് 1. Bmax എന്ന് പറയുന്നത്, BM എന്ന് പറയുന്നത് 1.25 വെബർ പെർ മീറ്റർ സ്ക്വയർ. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.4 ആംപിയർ പെർ mm സ്ക്വയർ. ആൻഡ് വിൻഡോ സ്പേസ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.23. HW by WW ഈസ് 3 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡി സംബന്ധിച്ച് WW കണ്ടുപിടിക്കാനുള്ള ഒരു ഡേറ്റയാണത്. അപ്പോൾ നമുക്ക് ലെഗ് സ്പേസിംഗ് ഒന്നും തരത്തില്ല. HW by WW, അത് ഏറിയ അത് വിൻഡോ കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പാരാമീറ്ററാണ് ആ HW by WW എന്നുള്ളത്. ഇനി ഡെപ്ത് ഓഫ് കോർ ബൈ വിഡ്ത്ത് ഓഫ് സെൻട്രൽ ലിംബ്. ഡെപ്ത് ഓഫ് കോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഡെപ്ത് ഓഫ് കോറിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കനം നോക്കണം. കോറിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കോർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ കോർ ഡെപ്ത്. ഇത് നമ്മൾ ബി എന്നും പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ബൈ കോർ ഡെപ്ത് ബൈ വിഡ്ത്ത് ഓഫ് സെൻട്രൽ ലിംബ് എന്ന് പറയുന്നത് 2.5. ഇതിപ്പം 2A എന്നെടുത്തിരിക്കുന്നു, ഇത് A എന്നെടുത്തിരിക്കുന്നു, ഇത് A. അപ്പോൾ അത് B/2A. ഓക്കെ. ഇനി എന്താണ് ഇതാണ് ഡേറ്റ. ഇനി എന്താണ് ഷെൽ ടൈപ്പിൻ്റെ പ്രത്യേകത? ഇൻ ഷെൽ ടൈപ്പ് the width of the central limb has to be twice the width of the side limbs due to the to have the side limbs to have the same flux density. എന്താണ് ഈ ഷെല്ലിൻ്റെ പ്രത്യേകത? ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ നമ്മൾ വൈൻഡിങ് വരുന്നത് ഈ മിഡിൽ ലിംബിൽ മാത്രമേ ഉള്ളൂ. Both the primary winding and secondary windings come in the central limb. എന്നിട്ട് the side limbs and this core act as a shell. സിംഗിൾ ഫേസ് ആണ്. Both the primary winding and secondary winding. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഇതിൻ്റെ ചുറ്റുമാണ് വൈൻഡ് ചെയ്യുന്നത്, ഇതിന് ചുറ്റും. അപ്പോൾ അപ്പം കോർ സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഒരു ഷെല്ലായിട്ട് ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൈൻഡിങ് വെച്ചിരിക്കുന്നത്. പ്രൈമറി വൈൻഡിങ് ഇവിടെ, സെക്കൻഡറി വൈൻഡിങ് ഇവിടെ. അതിൽ ഏതാണോ LV വൈൻഡിങ്, ലോ വോൾട്ടേജ് വൈൻഡിങ്, വോൾട്ടേജ് കുറഞ്ഞ വൈൻഡിങ് കോറിന് ആദ്യം വൈൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് നമുക്ക് ആ സ്റ്റെപ്ഡ് കോറൊന്നും ഇവിടെ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ കോറിനുള്ള പ്രത്യേകത നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പം ഫൈയാണ് ഫ്ലക്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിങ്ങനെ വന്ന് ഒരു ഫ്ലക്സ് ഇങ്ങനെ പോകും. ഫ്ലക്സിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ കോറ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പകുതി ഫ്ലക്സിൻ്റെ ഫ്ലക്സ് നമ്മൾ ഇതുവഴി പോകും. അപ്പോൾ ഫൈയാണ് ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എങ്കിൽ 5 വന്നിട്ട് ഇവിടെ വന്ന് 2 ഡിവൈഡ് ചെയ്ത് 5/2 വിൽ ടേക്ക് ദിസ് പാത്ത്. ആൻഡ് ദ നെക്സ്റ്റ് 5/2, രണ്ടാമത്തെ 5/2 സെക്കൻഡ് ഹാഫ് വിൽ ടേക്ക് ദിസ് പാത്ത്. സോ ദ ടോട്ടൽ ഫ്ലക്സ് വിൽ ബി ഡിവൈഡഡ് ഇൻറ്റു 2, will be divided equally between the two limbs. So 5/2 will be taking this path and 5/2 will be taking this path. അപ്പം ഇവിടുത്തെ ഫ്ലക്സ് സൈഡ് ലിംസിലെ പാത്ത് മിഡിൽ ലിംബിലെ ഫ്ലക്സിനെ പകുതിയേ ഉള്ളൂ. സൈഡ് ലിംസിലെ ഫ്ലക്സ് എന്ന് പറയുന്നത് മിഡിൽ ലിംബിലെ ഫ്ലക്സിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇൻ ഓർഡർ ടു ഹാവ് ദ സെയിം ഫ്ലക്സ് ഡെൻസിറ്റി, ഒരേ ഫ്ലക്സ് ഡെൻസിറ്റി വേണ്ടുന്നതിന്
നമുക്ക് ഇതിൻ്റെ വിഡ്ത്തിൻ്റെ പകുതി കൊടുത്താൽ മതിയാകും. ഇതിൽ രണ്ടിനും കൂടെ സമ്മാണ് ഇവിടെ. അപ്പം മൊത്തം 5 എന്ന് എടുക്കുകയാണെങ്കിൽ 5/2. അപ്പം ഇൻ ഓർഡർ ടു ഹാവ് ദ സെയിം, ഇതിൻ്റെ കനം ഒരേ കനമാണ് ത്രൂ ഔട്ട്. അപ്പോൾ ഈ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ പെർപെൻഡിക്കുലർ ടു ദി പാത്ത് ഓഫ് ദ ഫ്ലക്സ് ആണല്ലോ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലക്സ് ഡെൻസിറ്റി സെയിം ആക്കി വെക്കുന്നതിന് അതാണ് നമ്മുടെ ക്രൈറ്റീരിയ, ടു ഹാവ് ദ സെയിം ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പം ഇൻ ഷെൽ ടൈപ്പ് ദ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ ലിം ഹാസ് ടു ബി twice the width of the side limbs to have the same flux density. So overall width എന്ന് പറയുന്നത് നോക്കണം, ഇത് 2a-യും ഇത് a-യും ഇതുമാണ്. 2a and this 2a and a, ഇത് a, ഇത് 2a. അപ്പോൾ അത് ഷെൽ ടൈപ്പിൻ്റെ പ്രത്യേകതയാണ്, ഓർമ്മ വെച്ചോ. സൈഡ് ലിംബ് a ആണെങ്കിൽ ഇത് 2a-യും ഇത് a-യും. അപ്പോൾ നമ്മൾ ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എഴുതാം ഓവറോൾ വിഡ്ത്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി, നമുക്കിവിടെ ആക്ച്വലി വൈൻഡിങ്ങിൻ്റെ ആ ഇൻസുലേറ്റിംഗ് സിലിണ്ടറൊക്കെ ഉണ്ട്, പക്ഷേ ഇതിവിടെ സിലിണ്ടർ അല്ല, സർക്കുലർ ഫോം അല്ല ഈ വൈൻഡിങ് ആണ്. ഇവിടെ ഇത് വ്യത്യാസമാണ്, ഈ ഡയമെൻഷൻ വ്യത്യാസമായതുകൊണ്ട് അതെ. അപ്പോൾ നമ്മളത് അപ്രോക്സിമേറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുള്ളൂ. W ഈ 2 ഇത് വിഡ്ത്ത് ഓഫ് ഇൻറ്റു അപ്പം 2W പ്ലസ് ഇവിടെ 2a ഉണ്ട്, ഇവിടെ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ a + a 2a. ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 2W ഇതും കൂടെ കൂട്ടി, എന്നിട്ട് ഈ എത്ര a 4a, ഇറ്റ് ക്യാൻ ബി ഈസിലി സി. h എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ കോർ എന്ന് പറയുന്നത് HW പ്ലസ് 2hy, മുകളിലും താഴെ ഒരേ അളവായിരിക്കും 2hy. ഇനി നമുക്ക് വീണ്ടും ഇത് തന്നിട്ടുണ്ട്, b/2a ഈസ് 2.5 തന്നിട്ടുണ്ട്. ദി ബി എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ദ കോർ എന്ന് പറഞ്ഞാൽ കോറിൻ്റെ കനം ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ ലിംബ്, അതാ തന്നിരിക്കുന്നത് 2.5. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഇത് വോൾട്സ് പെർ ടേണിന് പകരം കോൺസ്റ്റൻറ്റ് ഫോർ EMF പെർ ടേൺ. എന്താ ഈ കോൺസ്റ്റൻറ്റ് ഫോർ EMF പെർ ടേൺ എന്ന് പറയുന്നത്, വി ഹാവ് ദ എക്സ്പ്രഷൻ ET = K√Q. അതാണ് അതിനകത്ത് K എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് ഈ കോൺസ്റ്റൻറ്റ് ഫോർ EMF പെർ ടേൺ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ET = K√Q. അതിൽ നമുക്ക് EMF പെർ ടേൺ കിട്ടും. സോ വി ഫൈൻഡ് ഔട്ട് Q എന്ന് പറയുന്നത് ഇവിടെ 150 ആണ്. 1 × √150 12.25 volts. സോ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് ട്രാൻസ്ഫോമറിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കമ്പ്യൂട്ടേഷൻ അതുപയോഗിച്ച് വോൾട്സ് പെർ ടേൺ ഉപയോഗിച്ച് നമുക്ക് ഇതാണ് വോൾട്സ് പെർ ടേണിൻ്റെ എക്സ്പ്രഷൻ 4.44 FIM. ഫൈമിന് പകരം BM × AI. വി ഫൈൻഡ് ഔട്ട് AI ET ഡിവൈഡഡ് ബൈ 4.44 FBM. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AI കണ്ടുപിടിക്കുന്നു. AI ഈസ് 0.044 m². അപ്പോൾ ഇതിൽ നിന്ന് ഇനി നമുക്ക് നോക്കണം, ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ ഉണ്ട് ഷെൽ ടൈപ്പിൽ. ഗ്രോസ് അയൺ ഏരിയ, കാരണം നമുക്കിത് സ്റ്റാൻഡേർഡ് അല്ലാത്തതുകൊണ്ട് കോർ സെക്ഷൻ അല്ല ഉപയോഗിക്കുന്ന ഷെല്ലിന്. മറ്റേതാണെങ്കിൽ സ്ക്വയർ കോർ, സ്ക്വയർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ക്രൂസിഫോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ട്രക്ചർ ഇവിടെ ഷെൽ ടൈപ്പിനില്ല. ഇറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ ഗ്രോസ് അയൺ ഏരിയ എന്ന് കണ്ടുപിടിക്കും. നമുക്ക് ഗ്രോസ് അയൺ ഏരിയയെ സ്റ്റാക്കിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് AI. നെറ്റ് അയൺ ഏരിയ എന്ന് പറയുന്നത് ഗ്രോസ് അയൺ ഏരിയ ഇൻറ്റു സ്റ്റാക്കിംഗ് ഫാക്ടറാണ്. അപ്പോൾ ഗ്രോസ് അയൺ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ തിരിച്ചെഴുതാം, AI ഡിവൈഡഡ് ബൈ സ്റ്റാക്കിംഗ് ഫാക്ടർ. അപ്പോൾ AGI ഗ്രോസ് അയൺ ഏരിയ എന്തിനാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ മനസ്സിലാവും. AGI ഈസ് ഈക്വൽ ടു ദിസ്. കണ്ടുപിടിച്ച ആ പോയിൻറ്റ് AI എന്ന് പറയുന്ന 0.0444നെ നമ്മൾ 0.9 സ്റ്റാക്കിംഗ് ഫാക്ടർ എപ്പോഴും നമ്മൾ 0.9 സാധാരണ എടുക്കുന്നത്. ആ 0.049 m². ദി കോർ സെക്ഷൻ ഈസ് റെക്ടാങ്കുലർ എന്ന് പറഞ്ഞാൽ കനം വ്യത്യസ്തമാണ്. കനം നമ്മൾ B ആയിട്ടെടുത്തു. അപ്പം കോർ ഡെപ്ത്ത് B ആയിട്ടെടുത്തു. വിഡ്ത്ത് സെൻട്രൽ ലിംബ് 2.5. അതിൽ നമുക്ക് എന്ത് കിട്ടും, AGI അതിൻ്റെ സെക്ഷണൽ ഏരിയ
സെക്ഷണൽ ഏരിയ നോക്കണം. അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ നമ്മൾ ഫ്ലക്സ് ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഫ്ലക്സ് മിഡിൽ ലിംബിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുമ്പോൾ ആ ഫ്ലക്സിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ എ, എന്നിട്ട് അകത്തോട്ട് നോക്കണം. ഇതാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴിങ്ങനെയാണ് വരുന്നത്. ഈ കനം ബി, ഈ കനം എന്ന് പറയുന്നത് ബി ഇങ്ങനെ വരും. എ, ഈ കാണുന്ന എ ഇതിങ്ങനെ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്ഷൻ, ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ ഇതാണ് റെക്റ്റാങ്കുലർ. അപ്പോൾ അത് റെക്റ്റാങ്കുലറാണ്, സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? എ ജി ആയി, ഈ തന്നിരിക്കുന്ന എ ജി ആയി അത് യഥാർത്ഥത്തിൽ ബി ഇൻറ്റു 2a ആണ്. എവിടെ? ഈ നമ്മുടെ ഈ സെൻട്രൽ ലിംബിനെ സംബന്ധിച്ച് എ ജി ആയി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 2a. സെൻട്രൽ ലിമ്പിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെയല്ല വരുന്നത്. സെൻട്രൽ ലിമ്പിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇത് 2a എന്നും പറഞ്ഞാൽ വരുന്നത്. സെൻട്രൽ ലിംബിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് വീതി, ഇത് 2aയും ഇത് ബിയും. അപ്പോൾ 2a ഇൻറ്റു ബി ആണ് സെൻട്രൽ ലിംബിനെ സംബന്ധിച്ച് ഉള്ള ക്രോസ് സെക്ഷണൽ ഏരിയ, സെൻട്രൽ ലിംബ്. നോക്കണം അപ്പോഴേ. അപ്പോൾ അതിൻ്റെ എ ജി ഐ എന്ന് പറയുന്ന ബി ഇൻറ്റു 2a ആണ്, 0.049 ആണ്. അപ്പോൾ നമ്മൾ അത് ബി, ഈ ബി എന്ന് പറയുന്നത് വീണ്ടും ബി സമം 2.5a ആണ്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ബി ഈസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 2a, 2.5 ഇൻറ്റു 2a. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.5 ഇൻറ്റു 2a ഇൻറ്റു ദിസ് 2a ഈസ് ആക്ച്വലി 0.049. അതിൽ നിന്ന് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 10 എന്ന് കിട്ടും. 4 ഗുണം 2.5 ഈസ് ദിസ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ. സോ ദി B is equal to AGI എന്ന് പറയുന്ന 0.049 സെൻട്രൽ ലിംബിൻ്റെ ക്രോസ് ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു AGI. അതിൽ നിന്ന് എ എന്ന് പറയുന്ന 0.07 എന്ന് പറഞ്ഞാൽ വിഡ്ത്താണ്, അത് മീറ്റർ, 0.07 മീറ്റർ. ബി നമ്മൾ പിന്നെ അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് 2a ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബി കിട്ടും. ഇത് നമ്മളെന്താണ് എഗെയിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കോറിൻ്റെ ആ അളവുകൾ കിട്ടി, ബിയും എയും ഒക്കെ കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് റേറ്റിംഗ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് AW കണ്ടുപിടിക്കും. അപ്പോൾ C0 AW ഇൻറ്റു എ ആയി. C0 സിംഗിൾ ഫേസ് ആയതുകൊണ്ട് 2.22. അതിൽ നിന്ന് നമുക്ക് AW കണ്ടുപിടിക്കും. വിൻഡോ ഏരിയ ഓഫ് ദ വിൻഡോ വി ഫൈൻഡ് ഔട്ട് ഫ്രം ദ റേറ്റിംഗ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ 2.5 ആംബിയർ പെർ mm സ്ക്വയർ എന്നുള്ളത് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ആക്കുമ്പോൾ ദിസ് ബിക്കംസ് 2.4 ഇൻറ്റു 10⁻⁶ ഇൻറ്റു ആ കോൺസ്റ്റൻ്റിനകത്ത് വരുന്ന 10⁻³ വി ഗെറ്റ് വിൻഡോ ഏരിയ. AW ഈക്വൽ ടു HW ഇൻറ്റു WW. ഹൈറ്റ് ഓഫ് വിൻഡോ ഇൻറ്റു വിഡ്ത്ത് ഓഫ് വിൻഡോ ആണല്ലോ ഏരിയ ഓഫ് ദ വിൻഡോ. ബട്ട് ഈ ഒരു ദിസ് തിങ് ഈസ് ഗിവൺ HW ബൈ വിൻഡോ വിഡ്ത്ത്, HW ബൈ WW3 എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ AW ഇങ്ങനെ നമുക്ക് എഴുതാം. അതിൽ നിന്ന് നമുക്ക് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഹൈറ്റ് ഓഫ് ദ വിഡ്ത്ത് ഓഫ് വിൻഡോ. ദ വിഡ്ത്ത് ഓഫ് വിൻഡോ ക്യാൻ ബി ഒബ്റ്റെയിൻ ലൈക്ക് ദിസ്. വിഡ്ത്ത് ഓഫ് വിൻഡോ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് വിൻഡോ 3 ഇൻറ്റു WW ഇസ് ദിസ്. അപ്പോൾ ഡെപ്ത് ഓഫ് യോക്ക്, വി ഹാവ് ഡെപ്ത് ഓഫ് യോക്ക് എന്ന് പറയുന്ന ബി, അത് കണ്ടുപിടിച്ചിട്ട് ഹൈറ്റ് ഓഫ് യോക്ക് എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയുള്ള പടിയുടെ ആ ഒരു വീതി എ. വിഡ്ത്ത് ഓഫ് സൈഡ് ലിംബ് അത് എ. ഓവറാൾ വിഡ്ത്ത് 2WW + 4a. ഓവറാൾ ഹൈറ്റ് അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഇനി പ്രൈമറി വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ്. നമ്പർ ഓഫ് ടേൺസ്
പ്രൈമറി വൈൻഡിങ് വോൾട്ടേജ് 3300 വോൾട്ടാണ് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ്. വോൾട്ട്സ് പെർ ടേൺ 12.24 എന്ന് കിട്ടി. അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 270 ടേൺസ് വേണം. പ്രൈമറി കറണ്ടോ മൊത്തം കെ വി എ 150 കെ വി എ. അപ്പോൾ 150 10⁻³ ഡിവൈഡഡ് ബൈ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ടാണ് വോൾട്ട് ആംപിയർ എന്ന് പറയുന്നത്. 150 ഇൻറ്റു 10⁻³ വോൾട്ട് ആംപിയർ. അപ്പോൾ നമുക്ക് 45.45 ആംപിയർ. ഏറിയ പ്രൈമറി കണ്ടക്ടർ എന്ന് പറയുന്നത് IP ബൈ ഡെൽറ്റ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? IP ബൈ ഡെൽറ്റ 18.9 mm². അതുപോലെ സെക്കൻഡറിയുടെ കാര്യം എടുക്കുമ്പോൾ നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറി ടേൺസ് ബൈ വോൾട്ട്സ് പെർ ടേൺ 440 ബൈ 12.24 35.94 എന്ന് കിട്ടി. അതായത് 36 ടേൺസ് എന്നും പറഞ്ഞ് എഴുതി. സെക്കൻഡറി കറണ്ട് ഈസ് IS ഈക്വൽ ടു 150 ഇൻറ്റു 10⁻³ അതാണല്ലോ കെ വി എ. കെ വി എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട് എന്ന് പറയുന്നതാണ് സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട് വോൾട്ട് ആംപിയറിൽ. അപ്പോൾ സെയിം വോൾട്ട് ആംപിയറിൽ നിന്ന് നമ്മൾ സെക്കൻഡറി കറണ്ട് കണ്ടുപിടിച്ചു 340.9. എന്തുമാത്രം ക്രോസ് സെക്ഷൻ വേണം? ഈസ് IS ബൈ ഡെൽറ്റ. IS ബൈ ഡെൽറ്റ. അപ്പോൾ ഇത് 142 mm². 142 mm². സോ ദോസ് ആർ ദി ആൻസേഴ്സ്. ഈ ആൻസർ എന്നും പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്യണം. ആൻസർ എന്നും പറഞ്ഞ് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണിക്കണം എല്ലാ ആൻസേഴ്സും. ഇൻ ദി എബോവ് പ്രോബ്ലം ഫൈൻഡ് ദി മെയിൻ ഡയമെൻഷൻസ് ഇഫ് റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ടു ഇലക്ട്രിക് ലോഡിംഗ് ഈസ് 480 ഇൻറ്റു 10⁻⁻. അത് വേറെ പ്രോബ്ലം, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് പ്രോബ്ലം. ഇങ്ങനൊരു വ്യത്യാസം വരുത്തുകയാണെങ്കിൽ, അതായത് റേഷ്യോ മാഗ്നറ്റിക് ടു ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ആംപിയർ ടേൺസ് അത് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ തന്നിരിക്കുന്നത്. റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ടു ഇലക്ട്രിക് ലോഡിംഗ് ഇറ്റ് ഈസ് ആക്ച്വലി 5m/80 ആണിത്. 5m/80 ആണിത്. ET ഈക്വൽ ടു K√Q. അപ്പം വേറെ K ഈസ് ഈക്വൽ ടു ദിസ്. ഇതിനകത്തുള്ള സംഗതികളൊക്കെ കണ്ടുപിടിച്ച് അതങ്ങനെ നമുക്ക് ചെയ്യാം ആ പ്രോബ്ലം.